ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആണ്, അറിയിപ്പാണ്. ആർക്കൊക്കെയാണ് നാളെ അവധി, ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സ്കൂൾ കോളേജുകളിൽ ആർക്കൊക്കെ അവധി കിട്ടുമെന്നതിന്റെ സമഗ്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്. ഇനി ഒരു കൺഫ്യൂഷനും വേണ്ട. നാളെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ ദേശീയ പണിമുടക്കാണ്. അതും പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനമാകുമ്പോൾ ഈ നടക്കുന്ന പണിമുടക്ക് കേന്ദ്ര വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ്. അതായത് കേന്ദ്രം സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെയാണ്. അത് പല കാര്യങ്ങളുണ്ട്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ വിദ്യാർത്ഥി മേഖലയെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുമെന്ന് തന്നെ നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ഭരണപക്ഷ പ്രതിപക്ഷ സംഘടനകളുടെ അനുകൂല നിലപാടാണ് ഈ ഒരു പണിമുടക്കിനുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ ബാങ്ക്, സർക്കാർ ഓഫീസുകൾ, കലാലയങ്ങൾ, സ്കൂള്, KSRTC സഹിതം ഉള്ളവ പണിമുടക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ SLC, +1, +2 വിദ്യാർത്ഥികളായിക്കോട്ടെ, അതുപോലെ തന്നെ പ്രധാനമായിട്ടും താഴെയുള്ള സ്കൂളുകൾ എടുത്താൽ പോലും ഒന്ന് KSRTC ഇല്ല, മറ്റൊന്ന് നിങ്ങളുടെ പല അധ്യാപകർ, ഇപ്പോൾ ഇടതുപക്ഷ വലതുപക്ഷ അനുകൂല അധ്യാപക സംഘടനകളൊക്കെ ഇതിൽ അനുകൂലമായിട്ടുള്ള ഈ നിലപാട്, ഈ പണിമുടക്കിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവരൊന്നും വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ SFI അടക്കമുള്ള സംഘടനകൾ ഈ ഒരു പണിമുടക്കിനെ ഇപ്പോൾ ആഹ്വാനം ചെയ്തുകൊണ്ട്, പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഒരു പണിമുടക്കുമായി യോജിക്കുന്നുണ്ട്. അനുകൂല നിലപാടെടുത്തത് കൊണ്ട് തന്നെ നാളെ പല സ്കൂളുകളും കോളേജുകളും അടഞ്ഞു കിടക്കാൻ തന്നെയാണ് സാധ്യത. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ തീർച്ചയായിട്ടും ഇന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെയോ ഹെഡ് മിസ്ട്രസിനെയോ പ്രിൻസിപ്പലിനെയോ ഒക്കെ കോൺടാക്ട് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക നാളെ ക്ലാസ്സുകൾ ഉണ്ടോ അതാത് സ്കൂളുകൾക്ക്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ CBSE സ്കൂളുകളുണ്ട്, പല ടൈപ്പ് സ്കൂളുകളുണ്ട്, മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഈ അവധിയുടെ എത്രത്തോളം ബാധിക്കുമെന്ന് അതാത് സ്കൂളുകാരാണ് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ തരേണ്ടത്. പൊതുവേ നമ്മുടെ നാട്ടിൽ പല ഓഫീസുകളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഫെബ്രുവരി 12-ാം തീയതി നാളെ വ്യാഴാഴ്ച ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട അവധി, കോളേജുമായി ബന്ധപ്പെട്ട അവധി ഫൈനൽ കൺഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കോളേജ് അതോറിറ്റിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധ്യാപകരിൽ നിന്ന് തന്നെ എടുക്കുക. പക്ഷേ ക്ലാസ്സുകൾ കാണാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വളരെ കുറവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. ടാറ്റ.